ചരിത്രമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ വരുന്നത്? കുറേ വർഷങ്ങൾ, യുദ്ധങ്ങൾ, രാജാക്കന്മാരുടെ പേരുകൾ, അല്ലേ? പക്ഷേ സത്യത്തിൽ ചരിത്രമെന്ന് പറയുന്നത് അതൊക്കെ മാത്രമല്ല. അത് നമ്മൾ ഓർക്കാൻ വേണ്ടി പറയുന്ന, തലമുറകളിലേക്ക് കൈമാറുന്ന ചില കഥകൾ കൂടിയാണ്. ചില സമയങ്ങളിൽ വസ്തുതകളെക്കാൾ ശക്തി ഈ കഥകൾക്കായിരിക്കും. അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്ന പ്രധാന ചോദ്യം. ഒരു സംഭവം നടന്നത് ഒരു രീതിയിലായിരിക്കും, പക്ഷെ നമ്മളത് ഓർക്കുന്നതും മറ്റുള്ളവരോട് പറയുന്നതും ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും. വാ, നമുക്ക് കേരള ചരിത്രത്തിൽ തന്നെ ഒരു സംഭവം എടുത്ത് ഇതൊന്ന് പരിശോധിച്ചു നോക്കാം. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതിന്റെ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നോക്കൂ, 1809 ജനുവരി 15 കൊല്ലത്ത് നടന്ന യുദ്ധത്തിന്റെ കണക്കുകളാണിത്. ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ്. വെറും 6 മണിക്കൂർ. അത്രയേ ആ യുദ്ധം നീണ്ടുനിന്നുള്ളൂ. ആ 6 മണിക്കൂറിനുള്ളിൽ തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അതൊരു ഒരു ക്ലീൻ വിൻ ആയിരുന്നു. മരണസംഖ്യ നോക്കിയാലും ഈ വ്യത്യാസം നമുക്ക് കാണാം. അപ്പോൾ ഇതൊരു പെട്ടെന്നുള്ള നിർണായകമായൊരു തോൽവിയായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമായി വരുന്നത്. വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ നടന്ന ഈ യുദ്ധം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു വീരഗാഥയായിട്ടാണ് നമ്മളിൽ പലരും കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: ഇത്ര വ്യക്തമായൊരു തോൽവി എങ്ങനെയാണ് ഒരു ധീരമായ ചെറുത്തുനിൽപ്പിന്റെ കഥയായി നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞത്? ഒരു ചരിത്ര സംഭവം എങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ പതിയുന്ന ഒരു കിടിലൻ കഥയായി മാറുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനെയാണ് നമ്മൾ ആഖ്യാനരീതി അല്ലെങ്കിൽ നറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കൂ, ആ കഥയുടെ ഒരു പവർ. സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു വലിയ സാമ്രാജ്യത്തോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു ധീരനായ നേതാവ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശം തോന്നുന്നില്ലേ? കാരണം ആ കഥയിൽ ത്യാഗമുണ്ട്, ധീരതയുണ്ട്, അതിലുപരി ദേശസ്നേഹമുണ്ട്. ഇനി നമുക്കൊരു ചരിത്രകാരന്റെ കണ്ണിലൂടെ ഈ വിഷയത്തെ ഒന്ന് നോക്കാം. അവർ ചെയ്യുന്നത് ഈ കഥയുടെ ഓരോ പാളിയും പൊളിച്ച് അതിന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെയാണ് ചരിത്രകാരന്മാർക്ക് ശരിക്കും പണി കിട്ടുന്നത്. എബ്രാഹാം യേശുരത്നം പറയുന്നതുപോലെ ചില ചരിത്രകാരന്മാർ തന്നെ പക്ഷം പിടിച്ച് ഇത്തരം കഥകൾ എഴുതിവിടുമ്പോൾ അത് വായിക്കുന്ന നമുക്ക് ഇത് ശരിയായിരിക്കുമല്ലോ, ഒബ്ജക്റ്റീവാണല്ലോ എന്ന് തോന്നിപ്പോകും. അതോടെ സത്യമേതാ കെട്ടുകഥയേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാതാവും. അപ്പോൾ ഒരു ചരിത്രകാരൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രചാരണങ്ങൾ. പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിച്ചെഴുതിയ ചരിത്രങ്ങൾ. പിന്നെ തലമുറകളായി നമ്മൾ കേട്ടുവരുന്ന കഥകളില്ലേ, കിംവദന്തികൾ. അതൊക്കെ സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ശരിയായ തെളിവുകൾ വെച്ച് സത്യം കണ്ടെത്തുക എന്ന് പറയുന്നത് അതൊരു വലിയ ടാസ്ക് തന്നെയാണ്.